ഞാൻ അങ്ങനെ ഈ മുക്കത്ത് റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ അവിടെ ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ദിവസം പോയി. അവിടെ പോയ സന്ദർഭത്തിൽ ഒരു മോൾക്ക് സംസാരിക്കാനൊന്നും കഴിയില്ല, ക്യാൻസർ വന്നിട്ട്. അപ്പോൾ ഒരു ഉമ്മ ആ മോളെ മടിയിലെടുത്തിട്ട് ജ്യൂസ് കൊടുക്കുകയാണ്. അപ്പം ഞാൻ താഴത്തെ ബിൽഡിങ്ങിലാണ്, ഇത് മുകളിലത്തെ ബിൽഡിങ്ങിലാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ദാ ആ വരുന്ന ആൾ എന്നെപ്പം അടിക്കും, ഈ ജ്യൂസ് കുടിച്ചോ എന്ന് പറയാണ്. അപ്പോൾ ഞാൻ ആ കാഴ്ച ഇങ്ങനെ കണ്ട് എനിക്കിങ്ങനെ വിഷമം ഇങ്ങനെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് തിരിയാൻ നിൽക്കുമ്പോൾ ആ ഉമ്മ പറയാണ്, ഒരൊറ്റ ഗ്ലാസ് ജ്യൂസേ എൻ്റെ മോളൊരു ദിവസം കുടിക്കാറുള്ളൂ, ഒറ്റ ഗ്ലാസ് ജ്യൂസേ. അത്രത്തോളം ജീവിതത്തിൽ രസമുകുളങ്ങൾ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാവിൽ നിന്ന് ഒരു രസം അനുഭവിക്കാനും വലിച്ചെടുക്കാനും പറ്റാത്ത അവസ്ഥയിൽ ക്യാൻസറിൻ്റെ കോശങ്ങൾ ആ കുട്ടിയെ പടർന്നു പിടിച്ചിട്ട് ആ കുട്ടി കീമോതെറാപ്പിയും റേഡിയേഷനും നടത്തിയിട്ട് ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരു സായാഹ്നത്തിൽ എത്തി നിൽക്കുന്ന ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഉമ്മയുടെ സ്നേഹം എത്രയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എൻ്റെ ഒരു സുഹൃത്ത് പറയാണ്, കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഉമ്മയുടെ മടിയിൽ നിന്ന് കുട്ടികൾ ഇങ്ങനെ കാറിലേക്ക് അങ്ങോട്ട് വീണു. അപ്പോൾ ഉമ്മ കുട്ടികളെങ്ങനെ എടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അങ്ങനെ സ്നേഹിച്ചു വളർത്തിയ തൻ്റെ ഉമ്മ എത്ര വലുതാണ്. അമ്മ എന്നെ മടിയിലിരുത്തി നല്ലുമ്മ തന്നു പഠിപ്പിച്ച പ്രാർത്ഥന, ഏറെയെല്ലാം മറന്നുപോയെങ്കിലും ഓർമ്മയിൽ ഉയിരാകുമ ഈരടി എന്ന് പണ്ട് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എഴുതിയിട്ടുണ്ട്. ഉമ്മ മടിയിലെടുത്തിയിട്ട് പറഞ്ഞു തന്നതൊക്കെ എപ്പോൾ ഓർമ്മ ഉണ്ടാവുള്ളൂ. നമുക്കൊക്കെ ഇപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉരുവിട്ട 2 വരികളൊക്കെ ഞാൻ ഉമ്മയെന്ന് കേട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവവും സ്നേഹവുമാണ് ഉമ്മ എന്ന് പറഞ്ഞാൽ. സ്നേഹത്തിൻ്റെ മഹാപർവ്വതവും വാത്സല്യത്തിൻ്റെ മഹാസാഗരവും താലോലിപ്പിച്ചുകൊണ്ട് നമുക്ക് ലാളനയുടെ ആകാശവും പകർന്നു തന്ന ആ ഉമ്മയെ ഒരുത്തൻ ചവിട്ടി കൊന്നിട്ട് പറയാണ്, ഞാൻ ഉമ്മാക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പകരം കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ കാരണം? ഉമ്മയുടെ വില മനസ്സിലായിട്ടില്ല. ലഹരി കയറിയിട്ട് ജീവിതത്തിൽ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. ഇവൻ എവിടെയായിരുന്നു? ഇവൻ ഉമ്മയുടെ ഗർഭാശയത്തിലായിരുന്നു. അണ്ടവും ബീജവും കൂടിച്ചേർന്ന് സിത്താണ്ടമുണ്ടായിട്ട് ഉമ്മയുടെ വയറിനകത്ത് ഒരു കറുത്ത ഗുഹയിൽ, റഹം എന്ന ഗുഹയിൽ ഇവൻ ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ സുമ്മ ഖലഖനൻ നുത്ഫത അലഖതൻ ഫഖലഖനൽ അലഖത മുൽഅതൻ ഫഖലഖനൽ മുൽഅത ഇളാമൻ ഫകസൗനൽ ഇളാമ ലഹ്മ സുമ്മ അൻശഹനാഹു വൽകന്നാഹർ. നീ ആദ്യം മണ്ണിൽ നിന്നും, പിന്നീട് ഭ്രൂണത്തിൽ നിന്നും, പിന്നീട് രക്തക്കട്ടയിൽ നിന്നും, പിന്നീട് പൂർണ്ണ വളർച്ചയെത്തിയതും വളർച്ചയെത്താത്തതുമായ മാംസക്കട്ടയിൽ നിന്നുമാണ് നിന്നെ നാം സൃഷ്ടിച്ചത് എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളിലൂടെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. മാതാവിൻ്റെ ഗർഭാശയത്തിൽ സ്രവിക്കപ്പെട്ട ഒരു ജലത്തുള്ളിയിൽ നിന്ന് പിന്നെ മാംസപിണ്ഡമായി, പിന്നീട് ബൾബിനെ പോലെ തൂങ്ങിക്കിടന്ന് മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വന്ന് ആ മാതാവ് ഉറക്കമില്ലാതെ പാതിരാത്രിയിൽ കിടന്ന് ഒന്ന് നിവർന്ന് കിടക്കാൻ, ഒരു സ്ത്രീ ഫേസ്ബുക്കിൽ എഴുതിയത്, ഞാൻ ഒന്ന് ചെരിഞ്ഞ് കിടക്കാൻ എനിക്കിപ്പോൾ പറ്റുന്നില്ല എന്നാണ്. കാരണം എൻ്റെ വയറ്റിൽ ഈ കുഞ്ഞുണ്ട്, ഈ കുഞ്ഞിനെ തലോടിയിട്ട് 8-ാം മാസമാകുമ്പോൾ ഉമ്മയുടെ വലതും ഇടതും കുട്ടികളിങ്ങനെ ചവിട്ടിയിട്ട് ആ ചവിട്ട് തൻ്റെ കൈകൊണ്ട് പോലും അതിൻ്റെ വൈബ്രേഷൻ സ്വീകരിച്ച് കണ്ണിൽ അതിൻ്റെ സ്നേഹവും അതിൻ്റെ സന്തോഷവും പങ്കിടുന്ന ഉമ്മയെ കൊണ്ടുപോയിട്ട് ചവിട്ടുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്നേഹം നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ജീവിതത്തിൽ മൂല്യബോധം ഉണ്ടാക്കി കൊടുക്കണം. മൂല്യബോധമാണ് ഏറ്റവും വലുത്. അല്ലെ, അള്ളാഹു പറയുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാവരും മരിക്കും, ഈ ഉമ്മാനെ ചവിട്ടിയവരും ഈ കുഞ്ഞിനെ നോക്കിയ ഉമ്മയും എല്ലാവരും നാളെ മരണപ്പെടും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സുകളും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലം ഏതാ? നമ്മൾ പോകുന്ന സ്ഥലം ഖബറാണ്. ആ ഖബറിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖബറിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ജീവിതമാണ്. ഇവിടെ ധർമ്മം ചെയ്ത ആളുകൾക്ക് സുഗന്ധപൂരിതമാണ്, മലർവനിയാണ്, സന്തോഷമാണ്, അതിമനോഹരമായ ജീവിത വ്യവസ്ഥയാണ് ഖബറിൽ. എന്നാൽ ഇവിടെ അധർമ്മം ചെയ്ത ആളുകൾക്കോ അള്ളാഹു ഖബറിങ്ങനെ ഇടിപ്പിക്കുന്നതാണ്, ഇങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരും, അതിൻ്റെ ഇടയിൽ കിടന്ന് പ്രയാസപ്പെടും. മാത്രമല്ല, ഖബറിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ വാക്ക് എന്ന് പറഞ്ഞാൽ ബൈത്തുദ്ദൂദ് എന്നാണ്. അത് പുഴുക്കളുടെ വീടാണ്. നമ്മളൊക്കെ പോവാളെ 6000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിൽ നിന്ന് 6 അടി മണ്ണിലേക്കുള്ളൊരു യാത്ര ഉണ്ടല്ലോ. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്, ഇരയും മേൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലേ അടവാക്കും വീട് വീണേ വാറിലേ, ഹതമേതും ഹീതം കണ്ട് കണ്ട് അതിന്മീതേ മറമാടും ഖബർ ബഹുജോറിലേ. മറമാടും
ആ വാക്കുണ്ടല്ലോ, മറമാടും ഖബർ ബഹു ജോറിലെ. നമ്മൾ മരണപ്പെട്ടാൽ പ്രസ്ഥാനക്കാർ വരും, നേതാക്കന്മാർ വരും, എല്ലാവരും വരും. ആ മരണത്തിൻ്റെ വേദനയിൽ നിന്ന് അവരൊക്കെ പെട്ടെന്ന് പിൻവാങ്ങിപ്പോവും. പക്ഷേ നമ്മൾ മരണപ്പെട്ടാൽ നമുക്ക് ഏറ്റവും വൈകാരികമായ സ്നേഹമുള്ളവർ മാത്രമാണ് നമ്മുടെ ഖബറിൻ്റെ അരികിൽ വരിക. ഞാൻ ഈ അടുത്തൊരു ഖബർസ്ഥാൻ കാണാൻ പോയി. ആ ഖബറിൻ്റെ മുകളിൽ പുല്ലുപോലും മുളച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് കുട്ടികളിങ്ങനെ കരയാണ്. ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറിപ്പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ, അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയണ് ഉലകത്തിൽ തനി എന്നിലാരെന്ന്. അവസാനത്തെ പോക്കാണ്, ഒരു തിരിച്ചുവരവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മക്കൾ, സമ്പത്ത്, വസ്ത്രം, സംസ്കാരം, സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ്? സ്വയം പ്രദർശിപ്പിക്കുകയാണ്. എക്സിബിഷനിസവും എൻ്റർടൈൻമെൻറ്റുമാണ്. എങ്ങനെയും ജീവിക്കാം. ഏത് രൂപത്തിലും. കേരളത്തിൽ 23 കൊലപാതകം നടന്നു. കേരളത്തിൽ എന്താ അതിൻ്റെ കാരണം? 23 കൊലപാതകം നടന്നതിൻ്റെ പിന്നിലുള്ളത് ലിവിങ് ടുഗദർ കൊലപാതകമാണ്. എന്താ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ? വീട് വേണ്ട. ഇന്നലെ ഇപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടു. ആര്യയും വേറൊരാളും ആരെങ്കിലും കണ്ടോ? ആരെയും പിന്നെ വേറൊരാൾ കല്യാണം കഴിച്ചിരിക്കുകയാണ്. ഒരാൾ മുസ്ലിമാണ്. അതിന് ഒരു അറിയപ്പെടുന്ന മുസ്ലിം പണ്ഡിതൻ, അയാളെ മുസ്ലിം പണ്ഡിതൻ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിന് കാർമ്മികത്വം വഹിക്കുകയാണ്. എങ്ങോട്ടാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത്? ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, ജീവിതം എന്താ? ജീവിതം എന്ന് പറഞ്ഞാൽ ധാർമ്മിക നിഷ്ഠയാണ്. നമുക്ക് പരസ്പരം വിവാഹം വേണ്ട, മഹല്ല് വേണ്ട, ഉപ്പയും വേണ്ട, ഉമ്മയും വേണ്ട. ഏതെങ്കിലും ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ എറണാകുളത്തോ ബാംഗ്ലൂരിലോ പോയിട്ട് റൂം എടുത്ത് നമുക്ക് താമസിക്കാം. ഒരു മ്യൂച്വൽ അക്കൗണ്ട് തുടങ്ങാം. എനിക്ക് കിട്ടുന്ന ശമ്പളം ഞാൻ അതിലേക്കിടും 1%, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം നിങ്ങൾ അതിലേക്കിടണം. അത് വെച്ചുകൊണ്ട് നമുക്ക് ജീവിതം ആരംഭിക്കാം എന്ന് പറഞ്ഞ് ജീവിതം തുടങ്ങും. 6 മാസം ആകുമ്പോഴേക്ക് പരസ്പരം കടിച്ചു കീറാനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം നഷ്ടപ്പെട്ട് അവർക്കിടയിൽ സൂക്ഷിച്ചു പോന്ന ഒരു ചെറിയ ശതമാനം വൈകാരികത പോലും കാത്തു സൂക്ഷിക്കാൻ സാധിക്കാതെ പരസ്പരം കുത്തിമരിക്കുന്ന 23 ലിവിങ് ടുഗദർ കൊലപാതകങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുമിച്ച് താമസിക്കാൻ പോയതാണ്, മഹല്ല് വേണ്ടാറുണ്ട്. അങ്ങനെയാണോ ഇസ്ലാമിലെ വിവാഹം? അല്ല. ഇസ്ലാമിൻ്റെ വിവാഹത്തിൽ പെണ്ണിൻ്റെ ഒരു സംരക്ഷകൻ ഉണ്ടാവും, വരനുണ്ടാകും, നാടുണ്ടാവും, മഹലുണ്ടാവും. ഒരുമിച്ചിരിക്കുകയാണ്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. അള്ളാഹുവിൻ്റെ ആയാത്ത്, അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം പോലെ നമുക്ക് അനുഭവപ്പെടുന്ന ഒന്നെന്താ? നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നാം ഇണകളെ സൃഷ്ടിച്ചു. ആണിന് പെണ്ണാണ് ഇണ, പെണ്ണിന് ആണാണ് തുണ. അങ്ങനെയാണ് ജീവിതം പോകേണ്ടത്. ആണിനാണും പെണ്ണിന് പെണ്ണുമല്ല. ലെസ്ബിയൻ, ഗേ. നമ്മുടെ നാട്ടിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവർ ട്വിറ്ററിൽ ഏതാനും മാസങ്ങൾക്ക് മുന്നേ എഴുതിയ കേരളത്തിൻ്റെ സാംസ്കാരിക ധാർമ്മിക സമൂഹത്തെ തകർക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. എന്താ അവർ എഴുതിയത്? കേരളം ഹെട്രോ നോർമേറ്റീവാണ്, അതിൽ നിന്ന് ക്യൂർ നോർമേറ്റീവിലേക്ക് നമ്മുടെ നാട് പോകണമെന്നാണ്. എന്താ ഹെട്രോ നോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ? ഒരു കുഞ്ഞുണ്ടാകുന്നു, ജനിക്കുന്നു, വളരുന്നു, പഠിക്കുന്നു, വിദ്യാഭ്യാസം നേടുന്നു, അവൻ ശാരീരികമായ പക്വതയും സാമ്പത്തികമായ സുരക്ഷിതത്വത്തിലും എത്തുന്നു. ആ സമയത്ത് അവർ വിവാഹത്തിൽ ഏർപ്പെടുന്നു. അതാണ് ഹെട്രോ നോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ. ക്യൂർ നോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്ക് ആരുമായും എവിടെ വെച്ചും ഏത് രൂപത്തിലും ലൈംഗികവും കുത്തഴിഞ്ഞ് ലൈംഗികതയും ആസ്വദിക്കാമെന്ന് പഠിപ്പിക്കുന്ന ആധുനിക പാശ്ചാത്യൻ്റെ വാദങ്ങളാണ്. അതിലേക്ക് നമ്മുടെ കുട്ടികൾ പോവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ധാർമ്മിക പടച്ചട്ട, ധാർമ്മികതയുടെ വിജയ ചരിത്രത്തിന് വേണ്ടി ജീവിതത്തിൽ ത്യാഗം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവണം. നമ്മുടെ മക്കൾ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് തപ്പാണ്, അവരിങ്ങനെ അടിച്ചു നോക്കുകയാണ് ഗൂഗിളിൽ കയറിയിട്ട്. ഹാപ്പിനെസ് എന്താണ്? സന്തോഷം എവിടെയാണെന്ന്. വീട്ടിൽ ഉമ്മണ്ട്, ഉമ്മാൻ്റെ കൂടെ ഇരിക്കാൻ സന്തോഷമില്ല. 6.5 മണിക്കൂറിന് ശേഷം ആക്സിഡൻറ്റ് പറ്റിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നൊരു കുട്ടിക്ക് ബോധം വന്നു. ഇപ്പോൾ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? നിങ്ങൾ പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഉത്തരം എന്ന്? എന്താണ് നിങ്ങൾ പറഞ്ഞു നോക്കി? എന്താ പറഞ്ഞേ? ഒറ്റ വാക്കുള്ളൂ, എൻ്റെ ഫോൺ എവിടെയെന്നാണ്. എൻ്റെ ഉമ്മ എവിടെയെന്നാ കുട്ടി ചോദിച്ചില്ല. 6.5 മണിക്കൂറിന് ശേഷം വാപ്പിയും ഉമ്മയും കൂടി ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് മോൻ്റെ ബോധം, കോൺഷ്യസ്, ഇംഗ്ലീഷിൽ പറയും കോൺഷ്യസ് ബോധം, അൺകോൺഷ്യസ് ബോധം പോയി. കോൺഷ്യസ് ആയിട്ടുണ്ടോ? ഡോക്ടർമാർ ചോദിക്കും, സർവൈവ് ചെയ്തോ? ആക്സിഡൻറ്റ് പറ്റിയ ഫസ്റ്റ് ചോദ്യത സർവൈവ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റിന് സർവൈവ് ചെയ്തിട്ടുണ്ടോ? ജീവനുണ്ടോ? ഉണ്ട്. കോൺഷ്യസ് ആണോ? കോൺഷ്യസ് അല്ല, അൺകോൺഷ്യസ് ആണ്. അങ്ങനെ 6.5 മണിക്കൂറിന് ശേഷം ബോധം കഴിഞ്ഞ് വരുമ്പോൾ ഈ കുട്ടി കണ്ണ് തുറക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എൻ്റെ ഫോൺ എവിടെയെന്നാണ്. ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക, എന്താണ് ധാർമ്മികത എന്ന് പറഞ്ഞാൽ?
ജീവിതത്തിൽ ഒരു കുട്ടി പറയാണ്, എനിക്ക് സമാധാനമില്ല, വീട്ടിൽ ഉമ്മുണ്ട്, വീട്ടിൽ ഉപ്പുണ്ട്, 5 അടി നടന്ന പള്ളിയാണ്, 5 അടി നടന്ന പള്ളിയാണ്, ഉമ്മാനോട് സംസാരിക്കാൻ സമയമില്ല, പ്രസ്ഥാന പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സമയമില്ല, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരു ആദർശത്തിൻ്റെ പ്രസ്ഥാനം സജീവമായി നിൽക്കുന്ന അങ്ങോട്ട് പോകാൻ സമയമില്ല. പിന്നെ ഗൂഗിളിൽ തപ്പി നോക്കുകയാണ് സന്തോഷം എവിടുന്നാണെന്ന്. ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് ഹാപ്പിനെസ് നടിച്ച ഇൻസ്റ്റഗ്രാം നേരെ നമ്മളെ കുട്ടികളെ കൊണ്ടുപോകുന്നൊരു രാജ്യമുണ്ട്. ആ രാജ്യം സ്വിറ്റ്സർലാൻഡാണ്. എന്താ സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞാൽ? ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജീവിതത്തിൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ടൊരു രാജ്യം മനുഷ്യരെ സ്വീകരിക്കുന്ന നാട് എന്നൊക്കെയാണ് പറയപ്പെടുക. സ്വിറ്റ്സർലാൻഡുകാർ ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ഈ ഉണ്ണിയാടിൽ നിന്ന് നിങ്ങളുടെ നാട്ടിലെ കുറ്റിപ്പുറത്തേക്കോ അല്ലെങ്കിൽ പൊന്നാനിക്കോ അതല്ലെങ്കിൽ താന്നൂർക്കൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ സ്വിറ്റ്സർലാൻഡിലാണെങ്കിൽ അവരെന്താ ചെയ്യുക വെച്ചാൽ ആ വീടിന് മുമ്പിൽ ഒരു ബോർഡ് വെക്കും, ദിസ് ഹൗസ് ഈസ് ഫോർ റെൻറ്റ്, ഞങ്ങൾ റെൻറ്റിന് കൊടുത്തിരിക്കുന്നു 10 ദിവസം. എന്നിട്ട് അക്കൗണ്ട് നമ്പർ കൊടുക്കും. ആ സ്വിറ്റ്സർലാൻഡിൽ വന്നിറങ്ങുന്ന ആർക്കും ആ വീട്ടിൽ പോയി താമസിക്കാം എന്ന് പറഞ്ഞാൽ എവിടെയും ബിസിനസ്സിൻ്റെ സാധ്യതകൾ മാത്രം നോക്കുന്ന ഒരു സമൂഹമാണ് അവർ. അവർക്കിടയിൽ സമാധാനം ഉണ്ടാവും. ഇൻസ്റ്റഗ്രാം പറയും അവർക്കാ സമാധാനം ഉള്ളതെന്ന്. എന്നാൽ സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും അറിയപ്പെടുന്ന ഹെൽത്ത് ഒബ്സർവേറ്ററി, ആ ഹെൽത്ത് ഒബ്സർവേറ്ററിയുടെ പ്രസിഡന്റ് ഡാനിയൽ ഷൂളർ ഈ അടുത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ കുടുംബ സംഘർഷങ്ങളും മാനസിക പ്രയാസങ്ങളും ആത്മഹത്യകളും നടക്കുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യം അത് സ്വിറ്റ്സർലാൻഡാണ് എന്നാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാം പറയുന്ന ഹാപ്പിനെസ് അല്ല യഥാർത്ഥ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ അത് വീടിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഒന്നാണ്. ഉമ്മയുടെ കോന്തലയിൽ പിടിച്ചു നടക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്നത്, ഉപ്പയിൽ നിന്ന് കഥകൾ കേൾക്കുന്ന, പരസ്പരം അംഗീകരിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്ന, അക്മിസ്വലാത്ത്, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത്, വീടിൻ്റെ അകത്ത് നമ്മൾ ഖുർആനിനെ ചർച്ച ചെയ്യുമ്പോൾ യതദാറസൂനൽ ഖുർആൻ, ഖുർആനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഇതാണ് സമാധാനം എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ എന്താ നമ്മുടെ ദൗത്യം? അള്ളാഹുവിനോട് വഅ്ബുദൂ, അള്ളാഹുവെ പ്രാർത്ഥിക്കുക, വസ്ജുദൂ, അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുക, വദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. ഇതാ നമുക്ക് ചെയ്യാനുള്ളൂ. അള്ളാഹുവിനെ എപ്പോഴും ഓർത്താൽ നമ്മുടെ മനസ്സിൽ സമാധാനം ഉണ്ടാവും, അല്ലേ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർത്താൽ മനസ്സിൽ സമാധാനം ഉണ്ടാവുന്നതാണ്. അറബി ഭാഷയിൽ അല എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ ഏയ് എന്ന് പറയും നമ്മൾ. ഒരാൾ എന്തെങ്കിലും പ്രയാസത്തിൽ പോകുമ്പോൾ നമ്മൾ ഏയ്, ശ്രദ്ധിക്കണം കേട്ടോ, ഏയ്. അറബി ഭാഷയിൽ അല എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയ ഒരു കാര്യം ഏറ്റവും തീവ്രമായി പറയുന്നതിനാണ് അല എന്ന് ഉപയോഗിക്കുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ് മനസ്സുകൾ ശാന്തമായി തീർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകണം. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വ്യതിചലിക്കാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. പ്രവാചകന്റെ അധ്യാപനങ്ങളെ തള്ളിക്കളയുന്നവരെ അല്ലാഹു തള്ളിക്കളയും, അവർ അവസാനം നരകത്തിലായിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു ബീവി, ഒരു തങ്ങള്, ഒരു ജീവിച്ചിരിക്കുന്ന ദൈവം, മരണപ്പെട്ട ദൈവം, കബറിൽ കിടക്കുന്ന ദൈവം, അങ്ങനൊന്നുമില്ല. ലോകത്ത് ഒരേ ഒരു നാഥനായ അള്ളാഹു. പണ്ട് നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് മനോഹരമായിട്ട്. എന്താ എഴുതിയത്? നാഗൂർ, അജ്മീർ, ഗുരുവായൂർ, ശബരിമല യാത്രയും ഒന്നല്ലേ, നാനാവിധ ദർഗ പൂജകളും ജാറമൂടലും ഉത്തലും ഇന്നില്ലേ, ഷെയ്ഖ് മുരീദും തങ്ങളും ത്വരീഖത്തുമല്ല മുസ്ലിം ശരീഅത്ത്, ശൈത്താനെ വിട്ട് അള്ളാന്റെ നേർക്ക് തിരിഞ്ഞാൽ കിട്ടും ഹിദായത്ത്, അല്ലാഹു മാത്രമതു പോരേ, നിങ്ങൾക്കൊരല്ലാഹു പോരേ, നിങ്ങൾക്കൊരല്ലാഹു പോരേ, നിങ്ങൾക്കൊരല്ലാഹു പോരേ, ഒരൊറ്റ അല്ലാഹു മതി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതുപോലെ നിന്നിട്ട് തൻ്റെ സമൂഹത്തോട് ചോദിക്കുകയാണ്, ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംന്, നിങ്ങൾക്കാണോ എനിക്കാണോ നിർഭയത്വമുള്ളത്? നിങ്ങൾ കൊത്തിയുണ്ടാക്കപ്പെടുന്ന വിഗ്രഹത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ കൺമുമ്പിൽ കാണാത്ത ഏകനായ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു. എനിക്കാണോ നിങ്ങൾക്കാണോ നിർഭയത്വമുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നിട്ട് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞില്ലേ, യാ ഖൗമുബുദുല്ലാഹ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ, എൻ്റെ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, ആ റബ്ബിനെ പേടിക്കണം.
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നില്ലേ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നിട്ട് പറയാണ്, സമുദ്രത്തിന് മുകളിൽ താഴെ, ആകാശത്തിന് മുകളിൽ താഴെ, ഭൂമിക്ക് മുകളിൽ താഴെ ഒരു വസ്തുവിൻ്റെയും വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, വിഗ്രഹ ആരാധകർ നരകത്തിലെ വിറകൊള്ളികളാണ് എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബന ഔഫിർലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. വിചാരണ നിലവിൽ വരുന്ന ദിവസം അല്ലാഹുവേ എനിക്കും സത്യവിശ്വാസികൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ പൊറുത്തരണമേ. അള്ളാഹുവോടാണ് പ്രാർത്ഥന. ഹനീഫൻ മുസ്ലിമൻ നേർക്ക് നേരെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. വമാ ഖലഖന സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. ഈ ആകാശഭൂമി ലോകങ്ങളെ സംവിധാനിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് മാത്രം നടത്തുന്ന ദുആ, ആ ദുആ നടത്താൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറബിയിൽ പറയാറുണ്ട്, അറഫുൽ ഹഖ വ അദലു അൻഹ്. സത്യമറിഞ്ഞിട്ടും അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. സത്യമറിയ ലാ ഇലാഹ ഇല്ലല്ലയിൽ അടിയുറച്ച് നിൽക്കുക. ഞാനിപ്പോൾ മരണപ്പെട്ടാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പം മരണപ്പെട്ടാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹുവിൻ്റെ വിചാരണ നമ്മളെ കാത്തിരിക്കുകയാണ്. അള്ളാഹു നാളെ ഖബറിൽ കിടക്കൂലേ? നമ്മൾ കണ്ടില്ലേ ഇറാനിലെ കുട്ടികളെ? നമ്മളിങ്ങനെ സ്ക്രീനിൽ നോക്കുമ്പോൾ ചെറിയ ഒരു പെട്ടി ഇറക്കി വെച്ച പോലെയാണ്. ഇറാനിലെ 83 കുട്ടികളെ, 180ഓളം കുട്ടികളെ അവരിങ്ങനെ ഖബറുണ്ടാക്കിയിട്ടൊരു ഫോട്ടോ നമുക്ക് അയച്ചു തന്നിരുന്നു വാട്സപ്പിൽ. നിങ്ങളെല്ലാവരും കണ്ടു കാണും. നമ്മൾ അതുപോലെ ഒരു ഖബറിൽ, എവിടെയോ നമുക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട ഒരു ഖബറിലേക്ക് നമ്മുടെ ശരീരം അങ്ങനെ അടുത്തോണ്ടിരിക്കുകയാണ്. ആ അടുത്തോണ്ടിരുന്ന് നമ്മൾ ഖബറിലേക്ക് അല്ലാഹു നമ്മളെ ഇറക്കി വെക്കും. നമ്മളിങ്ങനെ ഇറക്കി വെച്ചിട്ട് പിന്നെ ഏതാനും കാലങ്ങൾക്ക് ശേഷം എത്രയോ മനുഷ്യർ മരണപ്പെട്ടില്ലേ? നമ്മളിങ്ങനെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. നാളെ അന്ത്യദിനം കടന്നു വരും. ഖബറിൽ കിടക്കുന്ന നിങ്ങളെ എന്നെ അല്ലാഹു നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്നിട്ടാണ് ചോദ്യം. നമുക്ക് 2 വീടേ പോകാനുള്ളൂ. ഈ തസ്കിയത്ത് സംഗമത്തിന് ശേഷം നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകും, ഞങ്ങളെ വീട്ടിലേക്ക് പോകും ഇൻഷാ അല്ലാഹ്. പക്ഷേ മരണത്തിന് ശേഷം, യൗമുൽ ഹിസാബിൻ്റെ ശേഷം നമുക്ക് 2 വീടേ ഉള്ളൂ. ഒരു വീടിൻ്റെ പേര് ദാറുസ്സലാം, സമാധാനത്തിൻ്റെ ഭവനമായ സ്വർഗം. മറ്റൊരു വീടിൻ്റെ പേര് ദാറുൽ ഖസാർ, നഷ്ടത്തിൻ്റെ ഭവനമായ നരകം. എങ്ങോട്ട് നമ്മൾ പോകണം? ദാവൂദിൻ്റെ മാർഗം നമ്മുടെ മുമ്പിലുണ്ട്, ജാലൂത്തിന്റെ മാർഗം നമ്മുടെ മുമ്പിലുണ്ട്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗമുണ്ട്, ഫിറഔനിന്റെ മാർഗമുണ്ട്, അബൂജഹലിന്റെ മാർഗമുണ്ട്, അഷ്റഫുൽ ഖൽഖ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം നമ്മുടെ മുമ്പിലുണ്ട്. ഏത് മാർഗം സ്വീകരിക്കണം? ഈ തസ്കിയത്ത് സംഗമത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഇന്ന് രാത്രി ഉറങ്ങുന്ന സന്ദർഭത്തിൽ ശരീരം ഒന്ന് തണുത്താൽ, നമ്മുടെ ശരീരം ഒന്ന് ഇല്ലാതെയായാൽ, നമ്മുടെ ശരീരത്തിൻ്റെ നിഖിലമണ്ഡലങ്ങളിലേക്കും പ്രവഹിക്കുന്ന രക്തധമനികൾ, ആ രക്തധമനികളുടെ രക്തം പ്രവഹിക്കാതിരുന്നാൽ നമ്മൾ മരിച്ചു എന്നാണ് അർത്ഥം. പ്രിയപ്പെട്ടവരെ, ആ മരണത്തിന് ശേഷം നമ്മളെ കൊണ്ടുപോയിട്ട് പ്രിയപ്പെട്ടവരൊക്കെ മടങ്ങിയിട്ട് നമ്മുടെ ഖബറിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും മരണത്തെ ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നിങ്ങളുടെ മനസ്സ് നുരുമ്പിച്ചു പോകും, ഇരുമ്പ് നുരുമ്പിക്കുന്നത് പോലെ. ഈ തസ്കിയത്ത് സംഗമത്തിൽ ഈ മൈക്കിലേക്ക് നോക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഇതൊരു ബ്ലാക്ക് സ്റ്റീൽ മൈക്കാണ്. ഇരുമ്പ് ഇതിനേക്കാൾ സ്ട്രോങ് ആണ്. ഇരുമ്പ് നുരുമ്പിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സ് നുരുമ്പിച്ചു പോകുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സംസാരം കേട്ടപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ ജലാഉഹാ, ഇതെങ്ങനെയാണ് പരിഹരിക്കുക? മനസ്സിൻ്റെ ഉള്ളിൽ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, ആകെ മനസ്സ് നശിപ്പിക്കപ്പെട്ടാൽ അതിൽ നിന്ന് എന്താണ് രക്ഷ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി, ഖിറാഅത്തുൽ ഖുർആൻ വദിക്റുൽ മൗത്ത്. ഖിറാഅത്തുൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. വദിക്റുൽ മൗത്ത്, നിങ്ങൾ മരണത്തെ ഓർക്കുക എന്നാണ്. മരണത്തെ ഓർത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ മരണത്തെ ഓർത്താൽ നമുക്ക് പ്രിയപ്പെട്ടവരെ, ഈ തസ്കിയത്ത് സംഗമത്തിന് ശേഷവും ഈമാനുള്ളവർ, തൗഹീദുള്ളവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയവർ, പ്രവാചകന്റെ റിസാലത്ത് തിരിച്ചറിഞ്ഞവർ, നാളെ പരലോകമുണ്ട് എന്ന ബോധം മനസ്സിലാക്കിയവർ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അവസാനത്തെ അഭയകേന്ദ്രം, മൈ ഫൈനൽ റിസോർട്ട്, അത് സ്വർഗമാകണമെന്ന് തീരുമാനിക്കുന്ന യാത്രയിലേക്ക് കാലെടുത്തു വെക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ, ഇവിടെ ചെലവഴിക്കുന്ന സമയവും സൽക്കർമ്മങ്ങൾ തുണയായി തീരുന്നൊരു ലോകത്ത് സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ സമയവും സന്ദർഭവും
ഈ ദീർഘമായ മണിക്കൂറുകൾ ഞങ്ങൾ ഇവിടെ ചെലവഴിച്ചത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. നാളെ സ്വർഗത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാനാണ്. അല്ലാഹുവേ, ഇതുപോലെ നാളെ തന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെ ഏവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. GCC നാടുകളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് അവരെ തിരിച്ചെത്തിച്ച് ഏറ്റവും സന്തോഷനിർഭരമായ ജീവിതം അവർക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഈ പരിപാടിയുടെ സംഘാടകർ എന്നെ എല്ലാ വർഷവും വിളിക്കുന്നു. ഞാനിവിടെ ഏതാണ്ട് എല്ലാ വർഷവും വരുന്നു. അള്ളാഹു ഈ പരിപാടിയുടെ സംഘാടകർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾക്കിടയിൽ നിന്ന് കഷ്ടപ്പെടുന്നവരുടെ എല്ലാ കഷ്ടപ്പാടുകളും നീ ദൂരീകരിക്കണമേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാരകമായ അസുഖങ്ങളിൽ നിന്ന്, കടുത്ത വേദനകളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളേവരെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. ഈ റമദാനിലൂടെ, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളേവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.